രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു. ഇനി ആരാണ് കോൺഗ്രസിൽ വീഴാനുള്ളത്? ഈ ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. ഒരു വിക്കറ്റ് വീണ് തീരുന്ന കളിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വിക്കറ്റുകൾ വീഴും, അല്ലെങ്കിൽ വീഴ്ത്തും. അത് ആരുടെ വിക്കറ്റായിരിക്കും? കോൺഗ്രസിനകത്ത് സജീവ ചർച്ച നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണാൽ ഒപ്പം തന്നെ വീഴേണ്ട ഒരു വിക്കറ്റുണ്ട്. അത് ഷാഫി പറമ്പിൽ എന്ന വിക്കറ്റാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരാത്മാവും രണ്ട് ശരീരവുമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പങ്ക് ഷാഫി പറമ്പിലുണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന് നേരെ സംശയത്തിൻ്റെ മുന നീളുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരാൾ കൂടി വീഴാനില്ലേ? പ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട മറ്റൊരു വിക്കറ്റ്. ഈ ചോദ്യവും കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. അത് മറ്റാരുടേതുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റേത് തന്നെയാണ്. വി ഡി സതീശനാണ് ഈ ആരോപണങ്ങൾക്ക് പിറകിൽ എന്ന ചർച്ച ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. വി ഡി സതീശൻ പിതാവ് കളിച്ചു, ആ കളി പിഴച്ചു. ഇതാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ച. വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യുവനടി റിനി ആൻഡ് ജോർജ്, കുടുംബ സുഹൃത്ത് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് എതിരെ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ, വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിൽ വി ഡി സതീശന്റെ പിന്തുണ ഉണ്ടായിരിക്കേണ്ടേ? യാദൃശികമായി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോയി എന്ന് കരുതുക. അതിനുശേഷം വീണ്ടും ആവർത്തിച്ച് എല്ലാ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകുന്നു, വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നു. അത് വെറുതെ ആകാൻ സാധ്യതയില്ല. ആരുടെയോ പിന്തുണയുണ്ട് റിനി ആൻഡ് ജോർജിന് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അവിടെ ഉയരുന്ന സംശയം വി ഡി സതീശന് നേരെ തന്നെയാണ്. എന്തുകൊണ്ട്? സ്വന്തം അനുജനെ പോലെ കരുതിയ രാഹുൽ മാങ്കൂട്ടത്തിനെ തറക്കാൻ വി ഡി സതീശൻ രംഗത്തിറങ്ങുമോ? അതിന് കൂട്ടുനിൽക്കുമോ? ഈ ചോദ്യമാണ് ഉയർത്തുന്നത്. വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ടി ബൽറാമും ഒക്കെ. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന യുവജന നേതാക്കൾ, ഇതാ യു ഡി എഫിന്റെ ടീം, കോൺഗ്രസിന്റെ ടീം, അത് നയിക്കുന്നത് യുവാക്കളാണ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നത് വി ഡി സതീശനാണ്. ഏത് ദുർഘട ഘട്ടത്തിലും എൻ്റെ കൂടെ ഈ ചെറുപ്പക്കാർ നിൽക്കും എന്ന് വിശ്വസിച്ചു വി ഡി സതീശൻ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ കാലുമാറിയോ? അവർ കെ സി വേണുഗോപാലിൻ്റെ കൂടെ പോയോ? കെ സി വേണുഗോപാലിൻ്റെ കൂടെ പോയി തൻ്റെ മുന്നിൽ അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി കസേര അത് തട്ടിപ്പറിക്കാൻ കെ സി വേണുഗോപാലിനോടൊപ്പം ചേർന്നോ? ഈ സംശയം വി ഡി സതീശനിലേക്ക് എത്തി. വി ഡി സതീശൻ അത് വിശ്വസിച്ചു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കാല് വാരിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പിതാവ് കളിയുമായി രംഗത്തിറങ്ങിയത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. അത് പിഴച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ വി ഡി സതീശനെതിരെ സംശയത്തിൻ്റെ മുന നീങ്ങുന്നു. വി ഡി സതീശനാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കൂടിക്കൂടി വരുന്നു. അത് കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, യു ഡി എഫിനെ നയിക്കുന്ന നേതാവാണ്. അങ്ങനെ തന്നെ തുടരണമോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അത്രയും ദിവസമുള്ളൂ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. അതിനു മുമ്പ് ഒരു നേതൃമാറ്റമോ? നേരത്തെ കെ സുധാകരനും വി ഡി സതീശനും ഒന്നിച്ച് സ്ഥാനമേറ്റെടുക്കുകയും സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ തെറിച്ചു, പകരം സണ്ണി ജോസഫ് വന്നു. ആ സമയത്ത് കെ സുധാകരൻ മുന്നോട്ട് വെച്ച ആവശ്യമുണ്ട്, ഞാൻ മാറുമ്പോൾ എൻ്റെ കൂടെ വന്ന പ്രതിപക്ഷ നേതാവ് മാറണ്ടേ എന്ന്. അത് വീണ്ടും ചർച്ചയാകുന്നു. എന്തുകൊണ്ട് സണ്ണി ജോസഫിനെ മാറ്റിയപ്പോൾ വി ഡി സതീശനെ മാറ്റിയില്ല? വി ഡി സതീശൻ മാറേണ്ടതല്ലേ? ഇപ്പോഴിതാ അതിനുള്ള സമയം വന്നിരിക്കുന്നു. വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം. ഈ ചർച്ച കോൺഗ്രസിനകത്ത് മെല്ലെ മെല്ലെ ഉയർന്നു വരികയാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്ക് ഇളക്കം വന്നിരിക്കുന്നു എന്നർത്ഥം.
അത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നറിയില്ല, അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഒരു തരത്തിലും പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകില്ല. അത് ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും കസേര സംരക്ഷിക്കാൻ പടമുരുതുക തന്നെ ചെയ്യും വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരൊക്കെയായിരിക്കും മന്ത്രി എന്ന് ചോദിച്ചപ്പോൾ ആദ്യം വന്ന പേരുകളിൽ ഒന്നാണ് വി.ഡി. സതീശൻ്റേത്. പക്ഷേ മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. ഉമ്മൻചാണ്ടി ഒരു നിബന്ധന മാത്രമേ വെച്ചിരുന്നുള്ളൂ എന്നാണ് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ. അത് വി.ഡി. സതീശന് മന്ത്രിസ്ഥാനം നൽകില്ല എന്നായിരുന്നു. അതേ അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ വി.ഡി. സതീശനെ മാറ്റാനുള്ള നീക്കം കോൺഗ്രസിനകത്ത് സജീവമാകുകയാണോ എന്നാണ് ദില്ലിയിൽ നിന്നും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചനകൾ.